ഒരു വിഭാഗം മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് വിശകലനവും വാർത്തയും എന്ന പേരിൽ പടച്ചുവിടുന്നത് നട്ടാൽ കുരുക്കാത്ത നുണകളും അവരവരുടെ മനസ്സിലിരിപ്പും ആഗ്രഹവുമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ.എൻ. രാധാകൃഷ്ണൻ ആരോപിച്ചു. വൈക്കം നാനാടത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് എ.എൻ. രാധാകൃഷ്ണൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾക്കെതിരെ നിശിത വിമർശനമുയർത്തി ആഞ്ഞടിച്ചത്. 4-ാം തീയതി വരുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഇതിനൊക്കെയുള്ള മറുപടിയാകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. 4-ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്തെ ഒരു പറ്റം പത്ര ദൃശ്യമാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ വിജയം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള പല പത്ര ദൃശ്യമാധ്യമങ്ങളും വളരെ ബോധപൂർവം ഏതാണ്ട് 2 മാസം അല്ലെങ്കിൽ 1.5 മാസം ജനങ്ങളിടയിൽ കുപ്രചരണവുമായി ഇറങ്ങിയിരിക്കും. അപ്പോൾ ഏതായാലും അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 4-ാം തീയതി റിസൾട്ടോടു കൂടി അതൊക്കെ അവസാനിക്കാനുള്ള സാഹചര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരേന്ത്യയിലെ ഇന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം ജയിക്കും, ഇന്ന മാറ്റങ്ങളുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരിക്കലും നടക്കാത്ത ഒരു ദിവാസ്വപ്നം എന്ന രീതിയിലുള്ള പ്രചരണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ആ പ്രചരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം 4-ാം തീയതി വരെ അവസാനിക്കുകയാണ്. 4-ാം തീയതി അത്ഭുതകരമായ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ 3-ാമത് അധികാരത്തിൽ വരും. അത് ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ ഈ ചിത്രം മാറുന്ന 400-ലേറെ സീറ്റുമായി ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യവും വൻ മുന്നേറ്റം നടത്തുമെന്നും എ.എൻ. രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.